ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയിൽ ആകപ്പാടെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ശ്രീകാന്ത് വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ നീ വീട് വിട്ട് ഇറങ്ങിയാൽ നിനക്ക് കാണത്തൂല എന്ന് നമ്മുടെ വർഷ കരുതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ സച്ചിയേട്ടനെ സഹിക്കും, പക്ഷേ വർഷ സഹിക്കില്ല, അവൾക്ക് അത് സഹിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് അവർ പോണ വക്കിലാണ് താനെന്ന് നമ്മുടെ ചന്ദ്രമതി തൊട്ട് വിടുന്നില്ല കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, ഈശ്വര ഇനി ആ പെട്ടിയെങ്ങാനും നമ്മുടെ മുറിയിൽ കൊണ്ട് വെക്കോ എന്നൊക്കെ ഇവരിങ്ങനെ ഭയന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ രേവതിയെ നമ്മുടെ ചന്ദ്ര വന്ന് കുറേ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ രേവതി ആണെങ്കിൽ കുറെ കരയുന്നുണ്ട്. ശേഷം നമ്മുടെ സച്ചിയെ വിളിച്ച് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ സച്ചി അത് പ്രതികരിക്കുന്നേ ഇല്ല കേട്ടോ. കട്ട് ചെയ്ത് കളയുക. അപ്പൊ നമ്മുടെ രേവതിക്ക് ആകപ്പാടെ കരച്ചിലും സങ്കടവും എല്ലാം കൊണ്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ വീട്ടിലില്ലതാനും. അപ്പൊ രേവതി ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ആ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ സച്ചിയുടെ ആ ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട്, വന്നേലും ആ സുധിയുടെ ഭാര്യനേലും വിഷമാണ് ഇപ്പൊ വന്നവൾ, അവളുടെ നടപ്പും അഹങ്കാരവും ഒക്കെ കാണണം, അവൾ ഒരിക്കലും ഞാൻ ആ വീട്ടിൽ വാഴിക്കില്ല എന്നൊക്കെ നമ്മുടെ സച്ചി ഇപ്പോഴും വാശിയിൽ തന്നെ നിൽക്കുന്ന ആ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായി തീരും കാര്യങ്ങൾ. നമ്മുടെ വർഷയും ശ്രീകാന്തും അവിടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സച്ചിയും രേവതിയും ആയിരിക്കുമോ അവിടെ ഉണ്ടാകുക, ആരായിരിക്കും അവിടെ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത്? കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.